പത്തനംതിട്ട വാഴമുട്ടത്ത് നാട്ടുകാരെ കടിച്ച തെരുവുനായയെ തല്ലിക്കൊന്നു. പേവിഷബാധ സംശയിക്കുന്ന നായയെയാണ് നാട്ടുകാർ തല്ലിക്കൊന്നത്. ഞാൻ റോഡിലോട്ട് കയറിയതാ. പട്ടി മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചാടി വന്ന് കടിക്കുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഒരു കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയപ്പോഴാണ് ഈ കിളക്കി കടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കടിക്കുമായിരുന്നു. ഞാൻ പിന്നെ വലിച്ചെറിയുമായിരുന്നു പട്ടിയെ. പിന്നെ ആ വഴി പോയി ഒരു 3-4 പേരെ കൂടെ കടിച്ചു. പിന്നെ പട്ടിയെ തല്ലിക്കൊന്നു. അവരെല്ലാം ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്ന വഴിക്ക് പിന്നെ വാഴമുട്ട സ്കൂൾ വരെയും പട്ടി ഓരോരുത്തരെ കടിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ്സിൽ വന്ന രാവിലത്തെ 7:30 ബസ്സിന് വന്നിറങ്ങി, സ്കൂളിൻ്റെ അവിടെ വന്നിറങ്ങി. അത് കഴിഞ്ഞ് മോടെ അവിടോട്ട് കയറി പോകാനിറങ്ങിയപ്പോൾ ഒരു പട്ടി ഇതിൽ വരും. ഞാൻ ഇങ്ങനെ മാറി കിടന്നപ്പോൾ അത് ഓടി വന്നെൻ്റെ ബാഗിന് സഞ്ചിക്ക് കയറി പിടിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ തട്ടിയപ്പോൾ അത് കയറി അങ്ങോട്ട് മാറത്തില്ല ഇങ്ങോട്ട് മാറത്തില്ല, എന്നെ കയറി തെള്ളിയിട്ട് താഴെയിട്ട് കടിച്ചു. പിന്നെ അതിൽ വന്ന വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അവർ വടി ഏതാണ്ട് എടുത്ത് അങ്ങനെ ഈ പട്ടി ചാടിപ്പോയത്. വണ്ടിക്കാരെന്നെ ആംബുലൻസ് വരുന്നിടം വരെ അവിടെ നിന്ന് കൂടെ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. നായയുടെ കടിയേറ്റ ആളുകളുടെ പ്രതികരണമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, ഇവിടെ നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ രോഷം വേറെന്ത് ചെയ്യാനാന്നുള്ള അവസ്ഥയുണ്ട്. ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ പൂർണ്ണമായി ന്യായീകരിക്കുന്നു എന്നുള്ളതല്ല എങ്കിൽ പോലും. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്നുള്ള സംശയം നായയെ തല്ലിക്കൊന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമല്ലേ? ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇന്നലെയും ഇന്നുമായി 4 പേർക്ക് നായയുടെ കടിയേൽക്കുകയും നായയുടെ നഖം കൊണ്ട് മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. ഏലിയാമ്മ മാത്യു, മിനി ബാബു, ചന്ദ്രബാബു എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. മറ്റൊരാൾ സോമൻ നായർ, അദ്ദേഹത്തിനാണ് നായയുടെ നഖം കൊണ്ട് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ 4 പേരിൽ ചന്ദ്രബാബുവിൻ്റെ മുഖത്ത് കവിൾ ഭാഗത്ത് കടിയേറ്റതിനാൽ ഗൗരവകരമായ സ്ഥിതിയുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏലിയാമ്മ മാത്യു, മിനി ബാബു, അതോടൊപ്പം തന്നെ ചന്ദ്രബാബു എന്നീ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏലിയാമ്മ മാത്യു രാവിലെ താഴൂരിൽ നിന്നും ബസ്സിൽ മകളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി നടന്നു പോകവെയാണ് നായ അവരെ കടിക്കുന്നത്. മിനി ബാബു വീടിൻ്റെ മുറ്റത്ത് നിന്ന അവസരത്തിലാണ് അവർക്ക് കടിയേൽക്കുന്നത്. ചന്ദ്രബാബു വീട്ടിൽ നിന്നും കടയിലേക്കുള്ള യാത്രക്കിടെയാണ് നായയെ എറിയാൻ വേണ്ടി കുനിഞ്ഞ് കല്ലെടുക്കുന്ന വേളയിൽ ആദ്യം കവിളിൽ ചാടിക്കടിക്കുകയും പിന്നീട് കൈകാലുകൾ കടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നായയെ എന്തായാലും നാട്ടുകാർ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. ഇതിലൂടെ മാത്രമേ കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ. ശരി, നായയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. നായയുടെ മൃതദേഹം അതിന് ശേഷമായിരിക്കും ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ, അതാണൊരു ആശങ്കയായിട്ട് ഇനി ബാക്കിയാകുന്നത്.